ഓം ശാന്തി. ഇന്ന് നമ്മൾ ദ ലൈറ്റ് ഈ ആത്മീയ തീർത്ഥയാത്രയിൽ 17ാം തിരുപ്പടിയിലെത്തിയിരിക്കുകയാണ്. പേട്ടതുള്ളൽ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ സുന്ദരമായ ചിത്രങ്ങൾ ഒരു പക്ഷേ ശബരിമലയിൽ പോയിട്ടില്ലെങ്കിലും പേട്ടതുള്ളുന്ന അയ്യപ്പന്മാരുടെ മനോഹരമായ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ നമ്മളും അതിലൊരാളായി തീർന്നിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. കാരണം ആ പേട്ടതുള്ളൽ നൃത്തം, അതിലാരും ഡാൻസ് പഠിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്. ആനന്ദം കൊണ്ടുള്ള, പരമാനന്ദം കൊണ്ടുള്ള, ഈശ്വരീയ ആനന്ദം കൊണ്ടുള്ള ഒരനുഭൂതി നൃത്തമായിട്ട് നമ്മളവിടെ കാണുന്നു. അത് ശരീരത്തിൻ്റെ ഡാൻസ് അല്ല യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. പകരം മനസ്സിൻ്റെ സന്തോഷമാണ് നൃത്തമായി അവിടെ കാണുന്നത്. മനസ്സ് മയിലിനെ പോലെ ആടുകയാണ് അവിടെ. ഇതാണ് നമുക്ക് തീർത്ഥാടനത്തിൻ്റെ, വ്രതത്തിൻ്റെ, ശുദ്ധികളുടെ പ്രാപ്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ഈ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ ആ വ്രതശുദ്ധിയോടുകൂടിയ ജീവിതം തന്നെ നമ്മുടെ മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും തരാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ നമ്മളോട് പറഞ്ഞത്, സുഖശാന്തി തേടി നിങ്ങൾ പുറത്തേക്കല്ല പോകേണ്ടത്. എവിടെയുണ്ട്? ആത്മാവിൻ്റെ സ്വധർമ്മമാണിതെല്ലാം. ആത്മാവിൽ ഈ ഖജനാവെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഖജനാവിലെല്ലാം ഉണ്ട്, പക്ഷെ ലോക്ക്ഡൗൺ. ഖജനാവിലുണ്ട്, പക്ഷെ താക്കോലില്ലെങ്കിലും ആ അവസ്ഥയാണ്. താക്കോല് നമുക്ക് മിസ്സായത്. ഏത് താക്കോല്? ഇവിടെ ഈ പൂട്ട് തുറക്കാനുള്ള താക്കോല്, നമ്മുടെ അകത്തേക്ക് യാത്ര ചെയ്യാനുള്ള താക്കോൽ. ഇവിടെ നമ്മൾ ശരീരബോധത്താൽ പൂട്ടപ്പെട്ടു. ഇനി ആത്മബോധം കൊണ്ട് വേണം നമുക്ക് ഈ പൂട്ട് തുറക്കാൻ. നമ്മളൊരു ആത്മചൈതന്യമാണെന്ന അറിവ് തന്നെ. ആത്മാവിൽ ഈ ഗുണങ്ങളെല്ലാം, സന്തോഷം ഇവിടെ ഉണ്ട്, ഖജനാവ് പോലെയുണ്ട്. സന്തോഷം നിറഞ്ഞ സത് ചിത് ആനന്ദ സ്വരൂപാത്മാവാണ് ഞാൻ. പക്ഷെ ആ പ്രകാശം നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴാണ് വരിക? ശുദ്ധിയിലൂടെയാണ്. പവിത്രമായൊരു ജീവിതം നമ്മൾ ജീവിക്കണം. അപ്പോൾ ഈ 41 ദിവസം തന്നെ ഒരാൾ മാലയിട്ട് ഒരാളെ മലയ്ക്ക് പോകണുള്ളൂ എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിലെല്ലാവരും പവിത്രമായ ജീവിതമായിരിക്കും അല്ലേ? ആഹാരപാനീയങ്ങളിലെ പരിശുദ്ധി, സംസാരത്തിൽ ശുദ്ധി, ബ്രഹ്മചര്യം, ശരീരം ശുദ്ധാക്കും, 2 നേരം കുളിക്കും, ഭക്ഷണം എത്ര സാത്വികം, നിവേദ്യം പോലെയുള്ള ഭക്ഷണം ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിച്ച്, കഴിക്കുന്നതിന് മുമ്പ് ഓർമ്മിച്ച് അല്ലേ, വിധിപൂർവം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച്, വൈകുന്നേരം വീണ്ടും മേല് കഴുകി അല്ലെ, എല്ലാവരും കൂടി ഇരുന്ന് ഭജന പാടി, എന്തെല്ലാം നമ്മൾ ശബരിമല തീർത്ഥാടനത്തിൽ ചെയ്യുന്ന വ്രതശുദ്ധികളുണ്ടോ? ഈ വ്രതശുദ്ധികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിലും ആ പേട്ടതുള്ളൽ, ആ ആനന്ദം, സന്തോഷം നമുക്കെല്ലാവർക്കും എന്നും കുടുംബസമേതം അനുഭവിക്കാം. അപ്പോൾ വീടുകളിലേക്ക് നമുക്ക് ആ പേട്ടതുള്ളൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് വേണ്ടേ. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണം. മക്കളെ, ജീവിതത്തിൽ ശുദ്ധി, പവിത്രതയുണ്ടെങ്കിൽ, പരമാത്മാവുമായിട്ട്, ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, സ്വാമി ദർശനം നടക്കുന്നുവെങ്കിൽ, അപ്പോൾ പവിത്രതയും അതേപോലെ ധ്യാനവും സത്സംഗവും ആധ്യാത്മികമായൊരു ജീവിതം നമുക്ക് നൽകുന്ന പ്രാപ്തി എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷം, ആനന്ദം. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം, പരമമായ ആനന്ദം. സന്തോഷിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല. എന്തെങ്കിലും കിട്ടിയ സന്തോഷം, ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ സന്തോഷം, ആരെങ്കിലും ദുഃഖിപ്പിച്ചാൽ പോലും നമുക്ക് സന്തോഷത്തിലിരിക്കാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വ്രതശുദ്ധിയുള്ളതാണെങ്കിൽ, പവിത്രമാണെങ്കിൽ, വിചാരങ്ങൾ ശ്രേഷ്ഠമാണെങ്കിൽ, നിത്യ സത്സംഗിയാണെങ്കിൽ, ഡെയിലി നമ്മൾ ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഒരു തീർത്ഥാടനം പോലെയാക്കി നമ്മളെ കുടുംബസമേതം നമ്മുടെ ജീവിതത്തിലെ ഭൗതികതയ്ക്കൊപ്പം ആധ്യാത്മികതയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ, അതാണ് രാജയോഗം. ഒരു കർമ്മയോഗി ജീവിതമാണ്. കുടുംബത്തിലിരുന്ന് നമുക്ക് പവിത്രമായി ജീവിക്കാൻ പറ്റും. കുടുംബസമേതം നമുക്കതിനു വേണ്ടി വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ല. ജോലി വിടേണ്ട,
പഠിക്കുന്നവർക്ക് പഠിക്കാം, സ്കൂളിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ സ്കൂളിൽ, കോളേജ് വിദ്യാഭ്യാസമാണ്, ഇത് വീട്ടമ്മമാരാണെങ്കിൽ അങ്ങനെ, ജോലിക്കാരാണെങ്കിൽ അങ്ങനെ, നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് നമ്മൾക്ക് നമ്മളിൽ നിക്ഷിപ്തമായ എല്ലാ പാർട്ടും ഏറ്റവും ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റും. ജീവിതത്തിൽ ഏതൊക്കെ കയറ്റിറക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ആത്മാവിൻ്റെ ആനന്ദം, ആത്മാവിൻ്റെ സുഖം, ഇതെല്ലാം നമ്മുടെ സ്വധർമ്മമാണ്. ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ശ്രേഷ്ഠമായൊരു സങ്കല്പം രചിക്കാം. 17-ാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ. എനിക്കെൻ്റെ ജീവിതം കുടുംബത്തിലായാലും ഞാൻ ഏത് കൂട്ടായ്മയിലായാലും അവിടെയെല്ലാം എൻ്റെ ജീവിതം ഒരു പെട്ടതുള്ളലാക്കി മാറ്റണം, ഒരു ആനന്ദ നൃത്തമാക്കി മാറ്റണം. എനിക്കും സന്തോഷത്തോടെ ഇരിക്കണം, എൻ്റെ കൂടെയുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിക്കണം, സുഖമായിരിക്കണം, സുഖം കൊടുക്കണം. ഇങ്ങനൊരു ജീവിത വ്രതം നമുക്കെടുക്കാം. അതിനെയാണ് പറയുന്നത് സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ്. ജീവിതത്തെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുക. ജീവിതത്തിൽ ആഘോഷിച്ച് നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒരു ആഘോഷം നടത്തേണ്ടി വരില്ല. അവിടെ ഇവിടെ നമുക്ക് പിക്നിക്കിന് പോലും, പിക്നിക്ക് പോയാലേ എനിക്ക് സന്തോഷമുള്ളൂ, സിനിമ കണ്ടാലേ സന്തോഷമുള്ളൂ. ചിലർക്ക് സന്തോഷിക്കാൻ കള്ളു കുടിക്കണം, ചിലർക്ക് സന്തോഷിക്കാൻ ലഹരി വസ്തുക്കൾ വേണം, അല്ലേ? ആൾക്കാർ സന്തോഷിക്കാൻ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ യഥാർത്ഥത്തിൽ സന്തോഷം ആത്മാവിൻ്റെ, ആനന്ദം ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. അപ്പം നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞ് പരമാത്മാവുമായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ, ആധ്യാത്മികമായ ഒരു ജീവിതത്തിൻ്റെ അസ്ഥിവാരത്തിലിരുന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ കുടുംബസമേതം നമുക്കൊരു ആനന്ദ നൃത്തം പെട്ടതുള്ളലാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, ദുശീലങ്ങളും ദുർവികാരങ്ങളും ദുസ്വഭാവങ്ങളിലൂടെയൊക്കെ എല്ലാവരും കടന്നു പോകുന്നത് കാണുമ്പോൾ, കുട്ടികളെന്താ ഇങ്ങനെ, അല്ലേ? അച്ഛൻ എന്താ ഇങ്ങനെ, മോനെന്താ ഇങ്ങനെ, ഹസ്ബൻഡ് എന്താ ഇങ്ങനെ, മോളെന്താ ഇങ്ങനെ. അപ്പം ഈ രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ദുഃഖം നിറഞ്ഞ, കഷ്ടം തരുന്ന, ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി തെറ്റായ വഴിയിലേക്ക് ഉള്ള യാത്രയുണ്ടല്ലോ, ആ യാത്രകൾക്കെല്ലാം ഒരു പരിധി, നമുക്ക് ഒരു പരിധിവരെ എല്ലാത്തിലും നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ, ഒരു സമ്പൂർണ്ണ പരിവർത്തനത്തിലേക്ക് നമുക്ക് വീടുകളിൽ നിന്ന് നമ്മുടെ നാട് മുഴുവൻ ഒരു മാറ്റം. അങ്ങനെ നമുക്ക് കലിയുഗത്തിൽ എന്തൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ അതിനെയൊക്കെ താണ്ടി നമുക്ക് നമ്മുടെ ജീവിതം ഒരു സന്തോഷമാക്കി, ആനന്ദ നൃത്തമാക്കി മാറ്റാൻ ആധ്യാത്മികതയെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാക്കി മാറ്റും. അങ്ങനെ ജീവിതം തന്നെ, എവിടെ ജീവിക്കുന്നു നമ്മൾ, ആ കൂട്ടായ്മയിൽ ഇരുന്നുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കണം, സന്തോഷം കൊടുക്കണം. അതിനായി എനിക്കെൻ്റെ ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റണം എന്ന വ്രതം എടുക്കാം. 1 മിനിറ്റ് നമുക്ക് ധ്യാനം ചെയ്യാം. ശ്രദ്ധ ഇരുപുരിക മധ്യത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഞാനാണ് ചൈതന്യം, ഞാനാണ് സത്യം. ആത്മചൈതന്യമായ ഞാൻ ആനന്ദ സ്വരൂപമാണ്. പരമാനന്ദക്കടലായ ഭഗവാനിൽ നിന്നൊഴുകുന്ന ഈശ്വര ചൈതന്യം എന്നിൽ നിറഞ്ഞ് മനസ്സും ശരീരവും ഒരാനന്ദക്കടലായി തീർന്നിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ
ആത്മബന്ധുക്കളാണ്. കുടുംബത്തിലുള്ളവരും എല്ലാ കൂട്ടായ്മകളിലും ഞാൻ ഇടപഴകുന്ന എല്ലാവരും പുരികി മധ്യത്തിൽ പ്രകാശിക്കുന്ന എൻ്റെ സ്വന്തമാണ്, ഭഗവാന്റെ മക്കളാണ്, എൻ്റെ ആത്മബന്ധുക്കളാണ്. സന്തോഷമായിരിക്കുക, സന്തോഷം കൊടുക്കുക, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഓം ശാന്തി.